ഹായ്, ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായാണോ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നത്? എങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതായത് ഇതായിരിക്കും ഇംഗ്ലീഷിൻ്റെ ബാലപാഠം. ഐ, ഞാൻ, എനിക്ക്. ഐയുടെ അർത്ഥം എന്താണ്? ഞാൻ, എനിക്ക്. ഐ, ഞാൻ, എനിക്ക്. രണ്ടർത്ഥം ഉണ്ടായിരിക്കും കേട്ടോ. മീ, എന്നെ, എന്നോട്, എനിക്ക്. മീയുടെ അർത്ഥം എന്താണ്? എന്നെ, എന്നോട്, എനിക്ക്. മീ, എന്നെ, എന്നോട്, എനിക്ക്. മൈ, എൻ്റെ. മൈ, എൻ്റെ. മൈൻ, എൻ്റേത്. ഇറ്റ് ഈസ് മൈൻ എന്നൊക്കെ പറയില്ലേ? എൻ്റേത്. മൈൻ, എൻ്റേത്. ഐ, ഞാൻ, എനിക്ക്. മീ, എന്നെ, എന്നോട്, എനിക്ക്. മൈ, എൻ്റെ. മൈൻ, എൻ്റേത്. യു, നീ, നിങ്ങൾ, താങ്കൾ. അപ്പോൾ യുവിൻ്റെ അർത്ഥം എന്താണ്? നീ, നിങ്ങൾ, താങ്കൾ. യുവർ, യുവർ, നിങ്ങളുടെ, താങ്കളുടെ. യുവർ ഫാദർ എന്നൊക്കെ പറയൂലേ? യുവർ, നിങ്ങളുടെ, താങ്കളുടെ. യു, നീ, നിങ്ങൾ, താങ്കൾ. യുവർ, നിങ്ങളുടെ, താങ്കളുടെ. യുവേഴ്സ്, നിങ്ങളുടേത്, താങ്കളുടേത്. യുവേഴ്സ്, നിങ്ങളുടേത്, താങ്കളുടേത്. അപ്പോൾ യു, നീ, നിങ്ങൾ, താങ്കൾ. യുവർ, നിങ്ങളുടെ, താങ്കളുടെ. യുവേഴ്സ്, നിങ്ങളുടേത്, താങ്കളുടേത്. ദേ, എന്താണ് ദേയുടെ അർത്ഥം? അവർ അല്ലെങ്കിൽ ഇവർ. ദേ എന്ന് വെച്ചാൽ അർത്ഥം അവർ അല്ലെങ്കിൽ ഇവർ, അവർ, ഇവർ എന്നൊക്കെ പറയും നമ്മൾ കേട്ടോ. ദേ, അവർ അല്ലെങ്കിൽ ഇവർ, അവർ, ഇവർ. ഇനി അവരുടെ അല്ലെങ്കിൽ ഇവരുടെ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദയർ. അവരുടെ അല്ലെങ്കിൽ ഇവരുടെ. ദയർ ഡ്രീംസ്, ദയർ ചിൽഡ്രൻ, ദയർ സ്കൂൾ, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ദയർ അവരുടെ, ഇവരുടെ. ഇനി ദമ്മ് നോക്കൂ. അവർക്ക്, ഇവർക്ക്, അവരോട്, ഇവരോട്. ഇതിൻ്റെ ഒക്കെ ഇംഗ്ലീഷാണ് ദമ്മ്. അപ്പോൾ ദമ്മിൻ്റെ അർത്ഥം അവർക്ക്, ഇവർക്ക്, അവരോട്, ഇവരോട്. ഇനി വി, എന്താണ് വിയുടെ അർത്ഥം? വി, നമ്മൾ, ഞങ്ങൾ. നമ്മൾ എന്ന് പറയാറില്ലേ? വി, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നാണ് വിയുടെ അർത്ഥം. അവർ, നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ. അവർ സ്കൂൾ, അവർ ഫ്രണ്ട്സ്. അപ്പം അവർ നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ. അസ്, ഞങ്ങൾക്ക്, ഞങ്ങളോട്. ഇപ്പോൾ ഞങ്ങൾക്ക് തരൂ, ഗിവ് അസ്. ഞങ്ങളോട് പറയൂ, ടെൽ അസ്. അപ്പം അസിൻ്റെ ഞങ്ങൾക്ക്, ഞങ്ങളോട് എന്നാണ് അർത്ഥം. അസ്, ഞങ്ങൾക്ക്, ഞങ്ങളോട്. ഇവകൾ എന്ന് പറയാറില്ലേ നമ്മൾ? ഇവകൾ. അതിന് ഇംഗ്ലീഷിൽ ദീസ് എന്നാണ് പറയുക. ദീസ്, ഇവകൾ. എന്താണ്? ദീസ്, ഇവകൾ. ഇനി അപ്പം അവകളോ, ദൂരമുള്ള വസ്തുക്കളെ നമ്മൾ എന്ത് പറയും? ദോസ്. ജോസ് അല്ല കേട്ടോ, ദോസ്, അവകൾ. അടുത്തുള്ളതെങ്കിൽ ദീസും, അകലെയുള്ള കുറേ വസ്തുക്കളെ ദോസ് എന്ന് നമ്മൾ പറയും. അപ്പം ദീസ്, ഇവകൾ, ദോസ്, അവകൾ. ഇനി ഹി, എന്താണ് ഹിയുടെ അർത്ഥം? അവൻ, ഇവൻ. ഹിയുടെ അർത്ഥം അവൻ, ഇവൻ. അവനെന്നും ഇവനെന്നും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹീക്ക് ഉപയോഗിക്കാം. അപ്പം ഹി, അവൻ, ഇവൻ. അപ്പം അവൻ്റെ അല്ലെങ്കിൽ ഇവൻ്റെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കും? ഹിസ്. അവൻ്റെ അല്ലെങ്കിൽ ഇവൻ്റെ. ഹിസ് ഫാദർ, ഹിസ് മദർ, ഹിസ് സൺ, ഹിസ് സ്കൂൾ, ഹിസ് കാർ, ഹിസ് ബൈസിക്കിൾ. അവൻ്റെ വീട്, അവൻ്റെ അച്ഛൻ, അവൻ്റെ അമ്മ, അവൻ്റെ സഹോദരൻ, അവൻ്റെ കൂട്ടുകാരൻ, അവൻ്റെ പുസ്തകം, അവൻ്റെ പേന, അങ്ങനെയൊക്കെ നമുക്ക് ഹിസ് വെച്ച് ചേർക്കാം. അപ്പം അവന്, ഇവന്, അവനോട്, ഇവനോട്.
അത് നമ്മൾക്ക് ഹിമ്മിന് ചേർക്കാം. ഹിമ്മിൻ്റെ അർത്ഥം എന്താണ്? അപ്പം അവന്, ഇവന്, അവനോട് അല്ലെങ്കിൽ ഇവനോട്, അവന്, ഇവന്, അവനോട്, ഇവനോട്. അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ഹിമ്മ്. അവൾ അല്ലെങ്കിൽ ഇവൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷാണ് ഷീ. അപ്പോൾ ഷീ എന്താണ് അർത്ഥം? അവൾ, ഇവൾ. അവൾ, ഇവളാണ് എന്താർത്ഥം? ഷീയുടെ അർത്ഥം. ഇനി ഹെർ ഉണ്ട്. നമ്മൾ ഹിസ്സും ഹിമ്മും പഠിച്ചില്ലേ? ഹിസ്, ഹിം. പക്ഷേ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഹെറിൽ അവസാനിക്കും. എങ്ങനെ? ഷീ, അവൾ, ഇവള്. ഹെർ വരുമ്പോൾ അവളുടെ, ഇവളുടെ, അവളോട്, ഇവളോട്, അവൾക്ക്, ഇവൾക്ക് എന്നീ അർത്ഥങ്ങളാണ് ഉള്ളത്. ആർക്ക്? ഹെറിന്. അപ്പോൾ ഹെറിൻ്റെ അർത്ഥം ഏതൊക്കെയാണ്? ഹെറിൻ്റെ അവളുടെ, ഇവളുടെ, അവളോട്, ഇവളോട്, അവൾക്ക്, ഇവൾക്ക്. അപ്പോൾ ഹെറിൻ്റെ അർത്ഥം അവളുടെ, ഇവളുടെ, അവളോട്, ഇവളോട്, അവൾക്ക്, ഇവൾക്ക് എന്നീ മലയാള പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ ഉപയോഗിച്ചാൽ മതി? ഹെർ ഉപയോഗിച്ചാൽ മതി. ഇറ്റ്, ദിസ്. ഇറ്റ് ഉണ്ട്, ദിസ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം ഇത് എന്നാണ്. ഇറ്റിൻ്റെയും ദിസിൻ്റെയും അർത്ഥം ഇത് എന്നാണ്. അപ്പം ഇറ്റ്, ദിസ്, ഇത്. അപ്പം അതെന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദാറ്റ്, അത്. ഇറ്റും ദിസും ഇത്. ദാറ്റിൻ്റെ അർത്ഥം അത് എന്നാണ്. നൗ, ഇപ്പോൾ. ഇപ്പോൾ നമ്മൾ പറയില്ലേ മലയാളത്തിൽ? അതിൻ്റെ ഇംഗ്ലീഷാണ് നൗ, ഇപ്പോൾ. നൗ, ഇപ്പോൾ. അപ്പം അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം? ദെൻ, അപ്പോൾ. നൗ, ഇപ്പോൾ. ദെൻ, അപ്പോൾ. അപ്പം ഇപ്പോൾ, അപ്പോൾ ട്ടാ. ഇനി എപ്പോൾ ചോദ്യം. അപ്പം വെൻ വരുമ്പോഴോ? എപ്പോൾ. വെൻ, എപ്പോൾ. ഇവിടെ എന്നുള്ളതിന് ഹിയർ എന്നാ പറയാം. HER, ഹിയർ, ഇവിടെ. ഒരു HEAR ഉണ്ട് ഹിയർ, കേൾക്കുക. ഇവിടെ H ആണ്, എന്താണ്? HER, ഹിയർ, ഇവിടെ. അപ്പം അവിടെ എന്നുള്ള നമ്മൾ എന്ത് പറയും? ദേർ, അവിടെ. ദേർ, അവിടെ. ഹിയർ, ഇവിടെ. ദേർ, അവിടെ. നൗ, ഇപ്പോൾ. ദെൻ, അപ്പോൾ. വെൻ, എപ്പോൾ. ഹിയർ, ഇവിടെ. ദേർ, അവിടെ. വാട്ട്, വാട്ട്. വാട്ട് എന്ന് ഉച്ചരിക്കില്ല. വാട്ട്, എന്ത്. വാട്ട്, എന്ത്. വേർ, എവിടെ. വാട്ട്, എന്ത്. വേർ, എവിടെ. വെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? വെൻ, എപ്പോൾ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഹൂ, ആര്. ഹൂ, ആര്. ഹൗ, എങ്ങനെ. എങ്ങനെ എന്നുള്ളത് ഇംഗ്ലീഷ് എന്ന് പറയാം ഹൗ, എങ്ങനെ. ഹും, ആരെ. ഹും അർത്ഥം എന്താണ്? ആരെ. ഹും, ആരെ. ഹൂസ്, ആരുടെ. ഹൂസ്, ആരുടെ. വൈ, എന്തിന്. വൈ, എന്തിന്. വാട്ട്, എന്ത്. വേർ, എവിടെ. ഹൂ, ആര്. ഹൗ, എങ്ങനെ. ഹും, ആരെ. ഹൂസ്, ആരുടെ. വൈ, എന്തിന്. ഹൗ മച്ച്, എത്ര പൈസ. നമ്മൾ പൈസ പറയാറില്ലേ? എത്ര പൈസ എന്നെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം? ഹൗ മച്ച്, എത്ര പൈസ. ഹൗ മച്ച്, എത്ര പൈസ. ഹൗ ഓഫൻ, ടി സൈലൻ്റ് ആണ്. ഹൗ ഓഫൻ, എത്ര തവണ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം. ഹൗ ഓഫൻ, എത്ര തവണ. തവളല്ല ട്ടാ, തവണ. ഹൗ ഓഫൻ, എത്ര തവണ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം. ഹൗ മെനി, എത്ര എണ്ണം. ഹൗ മെനി, എത്ര എണ്ണം. ഹൗ ഫാർ, എത്ര ദൂരം. എത്ര അകലം, ദൂരം. ഹൗ ഫാർ, എത്ര ദൂരം അല്ലെങ്കിൽ എത്ര അകലം. ഹൗ ലോങ്, എത്ര സമയം അല്ലെങ്കിൽ എത്ര കാലം.
എത്ര സമയം അല്ലെങ്കിൽ എത്ര കാലം. ഹൗ മച്ച് എത്ര പൈസ. ഹൗ ഓഫൻ എത്ര തവണ. ഹൗ മെനി എത്ര എണ്ണം. ഹൗ ഫാർ എത്ര ദൂരം എത്ര അകലം. ഹൗ ലോങ് എത്ര കാലം അല്ലെങ്കിൽ എത്ര സമയം. നമ്മൾ കത്ത് എഴുതാറുണ്ട് ഇല്ലേ, ഒരു ഫോം എഴുതാറുണ്ട്, ലീവ് ലെറ്റർ എഴുതാറുണ്ട് ഇല്ലേ, ഏതെങ്കിലും ഒരു മാനേജർക്ക് കത്ത് എഴുതാറുണ്ട്. അപ്പോൾ നമ്മൾ ടൂവും ഫ്രമും വെക്കാറുണ്ട്. എന്താണ് അതിൻ്റെ ധർമ്മം? ടു അവിടേക്ക്, ടു അവിടേക്കും, ഫ്രം ഇവിടെ നിന്നും. അപ്പോൾ ടു നമ്മൾക്ക് ആർക്കാണോ അയക്കേണ്ടത്, അപ്പോൾ മാനേജർ അഡ്രസ്സും, ഫ്രം ഇവിടെ നിന്നും അത് നമ്മളുടെ അഡ്രസ്സും വെക്കണം. ആദ്യം ഫ്രം എഴുതും, അതിനുശേഷമാണ് ടു എഴുതുക കേട്ടോ. ടു അവിടേക്ക്, ഫ്രം ഇവിടെ നിന്നും. ഫോർ വേണ്ടി, ഫോർ യു നിനക്ക് വേണ്ടി, ഫോർ അപ്പം വേണ്ടി എന്നാണ്. ഇനി അറ്റുണ്ട്, ചെറിയ സ്ഥലങ്ങളെ കാണിക്കാനായിട്ട്. ചെറിയ ചെറിയ സ്ഥലങ്ങളെ കാണിക്കാൻ അറ്റ് ചേർക്കും. സമയത്തെ കാണിക്കാൻ അറ്റ് ചേർക്കും. പിന്നെ ചൂണ്ടിക്കാണിക്കാനും എന്ത് ചെയ്യാറുണ്ട്? അറ്റ് ചേർക്കാറുണ്ട്. ലുക്ക് അറ്റ് ദ മൂൺ, അറ്റ് ദ മൂൺ കണ്ട. അപ്പം ചെറിയ സ്ഥലങ്ങളെ കാണിക്കാൻ, സമയത്തെ കാണിക്കാൻ, പിന്നെ ചൂണ്ടിക്കാണിക്കാൻ. ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല ചൂണ്ടിക്കാണിക്കാൻ കേട്ടോ, നിങ്ങൾ മനസ്സിലുണ്ടാവണം. അറ്റ് ചെറിയ സ്ഥലങ്ങളെ കാണിക്കാൻ, സമയത്തെ കാണിക്കാൻ, അതുപോലെ തന്നെ ചൂണ്ടിക്കാണിക്കാനും അറ്റ് ഉപയോഗിക്കും. ഇനി ഇൻ, എന്താണ് ഇൻ? ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ അല്ലേ. അപ്പോൾ വലിയ സ്ഥലങ്ങൾ, ഉള്ളിൽ നിന്നുള്ളിൽ നമുക്ക് എടുക്കാം. ഇൻ മൈ പോക്കറ്റ്, വലിയ സ്ഥലങ്ങൾക്ക്, രാജ്യങ്ങൾ ഇല്ലേ, വലിയ സ്ഥലങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾക്കൊക്കെ നമുക്ക് ഇന്ന് ചേർക്കാം. പിന്നെ മാസങ്ങളുടെ കൂടെ നമുക്ക് ഇന്ന് ചേർക്കാം. ആരുടെ? മാസങ്ങളുടെ കൂടെ ഇന്ന് ചേർക്കാം. ഇൻ ജൂൺ, ഇൻ ജൂലൈ. അപ്പം ഇന്നിൻ്റെ അർത്ഥം എന്താണ്? ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ. പിന്നെ വലിയ സ്ഥലങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. മാസങ്ങളുടെ കൂടെ ഇന്ന് ചേർക്കാം. ഇൻ ടു, എന്താണ് ഇൻ ടു? അതിൻ്റെ ഉള്ളിലേക്ക്, അതിൻ്റെ ഉള്ളിലേക്ക്. നമ്മൾ എന്തെങ്കിലുമൊക്കെ എത്തി നോക്കുമല്ലോ അതിൻ്റെ ഉള്ളിലേക്ക്, അല്ല റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുമല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചേർക്കുക? ഇൻ ടു ചേർക്കുക, അതിൻ്റെ ഉള്ളിലേക്ക്. ടു അവിടേക്ക്, ഫ്രം ഇവിടെ നിന്നും, ഫോർ വേണ്ടി, അറ്റ് ചെറിയ സ്ഥലം അല്ലെങ്കിൽ സമയത്തെ കാണിക്കാൻ ഉപയോഗിക്കും. ഇൻ ഉള്ളിൽ അല്ലെങ്കിൽ വലിയ സ്ഥലങ്ങളെ കാണിക്കാൻ, മാസങ്ങളെ കാണിക്കാൻ ഉപയോഗിക്കും. ഇൻ ടു അതിൻ്റെ ഉള്ളിലേക്ക്, ഇൻ ടു അതിൻ്റെ ഉള്ളിലേക്ക്. ഓൺ മുകളിൽ, ഓണിൻ്റെ അർത്ഥം എന്താണ്? മുകളിൽ. ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിൽ, അതിനാണ് നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാനിവിടെ ഉള്ളിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഓണിന് ഉള്ളിൽ നിന്നുള്ള അർത്ഥം വരുന്നത്? നമ്മൾ ബസ്, ട്രെയിൻ, വിമാനം കണ്ടിട്ടുണ്ട് ഇല്ലേ, ചിലർ കയറിയിട്ടുണ്ടാകും. ജീപ്പ്, ഹെലികോപ്റ്റർ, കാറ്, അതിനുള്ളിൽ നമ്മൾ കയറിയിട്ടുണ്ടാകും ഇല്ലേ. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാനും, അതായത് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് ചലിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓൺ ചേർക്കാം. മറിച്ച് ചലിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇൻ ചേർക്കാം. അപ്പോൾ എന്ത് മനസ്സിലായി? ബസ്സിൽ കയറി ഇന്ന് ചേർക്കോ ഓൺ ചേർക്കോ? ബസ്സിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി വേറെ സീറ്റിൽ ഇഷ്ടമുള്ളവർക്ക് ഇരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? ഓൺ ദ ബസ്. കാറിലാണെങ്കിലോ നടക്കാൻ പറ്റുമോ? ഇരുന്ന് പിന്നെ മൂടി നീക്കാനേ പറ്റുള്ളൂ നമുക്ക് അല്ലേ. അപ്പം ഇൻ ദ കാർ. വിമാനമാണെങ്കിലോ ഓൺ ചേർക്കാൻ നടക്കുകയൊക്കെ ചെയ്യാം വിമാനത്തിനുള്ളിൽ. എന്ത് ഹെലികോപ്റ്ററിൽ പറ്റുമോ? ഇല്ല. അപ്പം ഇൻ ദ ഹെലികോപ്റ്റർ. അപ്പോൾ ജീവനുള്ള ഒരു വസ്തു മറ്റൊരു ജീവനുള്ള വസ്തുവിൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ അപ്പോണും, അതായത് ജീവനുള്ള ഒരു വസ്തു മറ്റൊരു ജീവനുള്ള വസ്തുവിൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ അപ്പോണും, ഈ ജീവനുള്ള വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓണും ചേർക്കണം. അതായത് ആനപ്പുറത്ത് പാപ്പാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അപ്പോണും, ആന ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓണും
ചേർക്കണം. ഇൻ ഫ്രണ്ട് ഓഫ്, തൊട്ടു മുൻപിലായി. ഇൻ ഫ്രണ്ട് ഓഫ്, തൊട്ടു മുൻപിലായിട്ടുള്ളതിനാണ് ഇൻ ഫ്രണ്ട് ഓഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബിഹൈൻഡോ, തൊട്ടു പിറകിൽ. ബിഹൈൻഡ്, തൊട്ടു പിറകിൽ. ബിറ്റ്വീൻ, രണ്ട് വസ്തുക്കളുടെ ഇടയിൽ, അതിനാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ബിറ്റ്വീൻ ചേർക്കുന്നത്. രണ്ട് വസ്തുക്കളുടെ ഇടയിൽ, അതിനാണ് ബിറ്റ്വീൻ ചേർക്കുന്നത്. ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ, ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ, അതിനാണ് എമങ് ചേർക്കുന്നത്. രണ്ട് വസ്തുക്കളുടെ ഇടയിൽ ബിറ്റ്വീനും ഒരു കൂട്ടത്തിൻ്റെ ഇടയിലാണെങ്കിൽ എമങ്ങും ചേർക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക. നിങ്ങൾ ആദ്യമായാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ 1 മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു പ്രയോഗവുമായി വരുന്നതുവരെ ബൈ.